അരമരക്ഷനായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ ഞാൻ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്ന നിങ്ങളേവരെയും ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്ന ഈ ആത്മീക വിരുന്നിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ മാനപാത്രങ്ങൾ എന്ന പേരിൽ ഇവിടെ നടക്കുന്ന ഈ ആത്മീക വിരുന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത് തൃപ്തരായി പോകേണ്ട കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോടും നിങ്ങളോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം മാനിച്ച വ്യക്തികൾ, ദൈവം മാനിച്ച വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം ചരിത്രം പഠിക്കുന്ന സമയത്ത് ഏലിയാവ് പ്രവാചകനെ പോലെ മറ്റൊരു പ്രവാചകൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് ഒരു ഉത്തരം പറയാൻ തക്കണം സാധ്യമല്ല. അത്രയ്ക്ക് അനേകം പേരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രവാചകനാണ് ഏലിയാ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്വഭാവ വിശേഷതകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയെക്കുറിച്ച് പഠിക്കാമെങ്കിൽ യോഹന്നാൻ സ്നാപകനുമായിട്ട് വളരെ അടുത്ത സാമ്യമുള്ള ഒരു വ്യക്തിയായിട്ട്, സമാന സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് വളരെ അല്പം മാത്രമേ നമുക്ക് അറിയാൻ തക്ക കഴിയുന്നുള്ളൂ. തിശ്ബിനായ ഏലിയാവ് എന്നാണ് അദ്ദേഹത്തെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ കവിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ല. അതുമാത്രമല്ല, ഇന്ന് നമുക്കത് വലിയ വിഷയമായിട്ട് അതിനെക്കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത വംശമേ, നാം ഇപ്രകാരമുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച്, വ്യക്തി വൈഭവങ്ങളെക്കുറിച്ച്, ഇപ്രകാരമുള്ള പ്രവാചകന്മാരെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് നാം ആരാഞ്ഞ് പഠിക്കുന്ന സമയത്ത് എത്രമാത്രം നമ്മുടെ ജീവിതത്തെ അത് പ്രത്യേകിച്ച് നമ്മളെ സ്വാധീനിക്കുന്നു. അവരുടെ ജീവിതശൈലി, അവർ നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ കാര്യാദികളും, അവരുടെ ജീവിത തത്വങ്ങൾ, അവർ നമുക്ക് യോജിക്കുന്ന വിധത്തിൽ, പകർത്താവുന്ന വിധത്തിൽ, നമ്മുടെ ഭാവതയ്ക്ക് ഉതകുന്ന വിധത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും നമ്മളെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ എപ്രകാരം അവരുടെ ജീവിതം നമ്മളെ സഹായിക്കുന്നു എന്ന് പഠിക്കുന്നത് എപ്പോഴും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എബ്രായ ഭാഷയിൽ ഏലിയാവ് എന്ന ഈ പദത്തിന് ഏലിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യാവേ ഈസ് മൈ ഗോഡ്, യഹോവ എൻ്റെ ദൈവമാകുന്നു എന്ന് അവിടെ പ്രത്യേകം ഈ വാക്കിൻ്റെ അർത്ഥം നമുക്ക് നോക്കാമെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഏലിയാവ് തൻ്റെ പ്രവാചക ശുശ്രൂഷ ചെയ്തിരുന്നത് പ്രത്യേകിച്ച് ഏത് രാജാവിൻ്റെ കീഴിലായിരുന്നു എന്ന് നോക്കുന്ന സമയത്ത് ആഹാബ് രാജാവ്, ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബ് രാജാവിൻ്റെ കാലഘട്ടത്തായിരുന്നു എന്ന് പ്രത്യേകിച്ച് അറിയാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് BC 874 മുതൽ 853 വരെയുള്ള കാലഘട്ടത്ത് വളരെ ഭംഗിയായിട്ട് എടുത്തു പറത്തക്ക വിധത്തിൽ, ശ്രദ്ധേയമായ വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ, ദൈവത്തിൻ്റെ വേല, ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം അതിഭംഗിയായി ചെയ്ത ഒരു വ്യക്തി ആയിരുന്നു ഏലിയാവ് എന്നെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ദൈവം മാനിച്ച വ്യക്തികളിൽ പ്രമുഖനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. ദൈവം അടുത്തെറിഞ്ഞ വ്യക്തികളിൽ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു ഏലിയാവ് എന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ,
അപ്രകാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി. യോഹന്നാൻ സ്നാപകനെ പോലെ ഉള്ള വസ്ത്രധാരണം, രോമകൃതമായ രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച ഒരു വ്യക്തി, അരകിൽ വാറ് കൊണ്ട് അത് ഉപയോഗിച്ചിരുന്നു. അതായത് ബെൽറ്റ് ഉപയോഗിച്ചിരുന്നു എന്ന് നാം കാണുന്നു. അതുപോലെ നോക്കുകയാണെങ്കിൽ പല കാര്യാദികളിലും യോഹന്നാൻ സ്നാപകൻ്റെ സ്വഭാവമുള്ളൊരു വ്യക്തി. പാപങ്ങളെ ആ വ്യക്തികളെ അറിയിക്കുന്ന കാര്യത്തിൽ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ പാപത്തിനെ അതിൻ്റെ ശരിയായ പേര് പറഞ്ഞ് വിളിപ്പാൻ തക്കോണം എപ്രകാരം യോഹന്നാൻ സ്നാപകൻ താല്പര്യമെടുത്തോ അതുപോലെ തന്നെ ഏലിയ പ്രവാചകനും താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് അപ്രകാരം പാപത്തെ പാപമായിട്ട് തന്നെ കണക്കാക്കുകയും അത് പാപം ചെയ്യുന്നവരെ വ്യക്തമായി, രാജാവായിരുന്നാലും ശരി, രാജ്ഞിയായിരുന്നാൽ തന്നെ, ആരായിരുന്നാൽ തന്നെയും ആ രാജ്യത്ത് അത് അവരെ അറിയിപ്പാൻ തക്കവണ്ണം താൻ കാണിച്ച ശുഷ്കാന്തി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ദൈവം പ്രിയ മക്കളെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയുടെ ഒരു ഭാഗമാണ്. സമൂഹം നന്നാകണമെങ്കിൽ അഴിമതി രഹിതമായിരിക്കണം. അത് നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. അഴിമതി കണ്ടതിന് ശേഷം ഞാനതൊന്നും കണ്ടില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് അത് ഒരു ദൈവദാസന്, ദൈവത്തിന് വേല ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അത് തികച്ചും നല്ല കാര്യമല്ല, മാതകരമായൊരു കാര്യമല്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം പഠിക്കുന്ന, ഇന്ന് ചിന്തിക്കുന്ന ഈ ഏലിയ പ്രവാചകനെ സംബന്ധിച്ച് നോക്കാമെങ്കിൽ എത്ര മനോഹരമായ പാഠമാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. താൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് തൻ്റെ ഒരു പ്രവാചകൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആ കാലഘട്ടത്ത് ഏറ്റവും ദുഷ്ടനായ, അനീതി ചെയ്യുന്ന ഇസ്രായേൽ ജനങ്ങളെ കൊണ്ട് വിഗ്രഹാരാധനയിൽ പൂർണ്ണമായി അതിൽ മുഴുകിപ്പിച്ച് അവരെ കൊണ്ട് യഥാർത്ഥ ദൈവത്തെ നിന്നും അകറ്റി ആ രാജ്യത്തിന് ശാപം വരുത്തി വെച്ച ഒരു രാജാവും അതുപോലെ ദുഷ്ടത പ്രവർത്തിച്ച തൻ്റെ രാജ്ഞി ഈസബേൽ, അവരുടെ വാഴ്ചയുടെ ഒരു കാലഘട്ടത്തിൽ തനിക്ക് ശുശ്രൂഷിക്കേണ്ടി വന്നു എന്നിവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഏലിയാവിന് അവരോട് സംസാരിപ്പത്തക്കണം ചിലതുണ്ടായിരുന്നു. അവർക്ക് നൽകേണ്ട മുന്നറിയിപ്പ് ചിലതുണ്ടായിരുന്നു. പ്രിയ മക്കളെ, അത് അവൻ്റെ ശുശ്രൂഷയിലൂടെ അവൻ ചെയ്യുന്നതായിട്ടൂടെ പ്രത്യേകമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം അവനെ മാനിച്ചു എങ്കിൽ അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ദൈവത്തിന് മാനിപ്പാൻ തക്കവണ്ണം ഏലിയാവിൻ്റെ ജീവിതത്തിൽ എടുത്ത് പറയത്തക്ക സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നിരിക്കുന്നു. അതിൽ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഞാൻ സംസാരിച്ചത്. അവൻ്റെ കറേജ്, അവൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത്, എടുത്ത് പറയത്തക്കവണ്ണം സ്വഭാവവിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒന്നാമതായി പറയേണ്ടത് എലൈജ വാസ് എ ഫിയർലെസ് reformer. He was a courageous man. ഏലിയാവ് നവീകരണങ്ങളിൽ വിശ്വസിച്ച വ്യക്തിയാണ്. ഏലിയാവ് ധൈര്യത്തോടുകൂടെ, ഭയമില്ലാതെ തെറ്റ് ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കി അത് അവരുടെ തെറ്റാണ്, അത് വിഹിതമല്ല എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആഹാബ് രാജാവിൻ്റെ ഭവനത്തോടും അവൻ്റെ ഗൃഹത്തോടും അപ്രകാരം പറഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമല്ലേ? ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത് അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്ന് ഉള്ള തിശ്ബനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ
മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു രാജാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ആ രാജാവിനോട് അവൻ പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവമായ യഹോവയാണ്, ഈ ആണ്ടുകളിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ ഉണ്ടാകയില്ല. യഹോവയുടെ അരുളപ്പാടായിരുന്നു. രാജാവിന് വലിയ കുണ്ഠിതമുണ്ടായി, അവന് കോപമുണ്ടായി, അവന് വളരെയധികം ദേഷ്യമുണ്ടായി. പക്ഷേ എങ്കിലും ഏലിയാവിന് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കേണ്ട ആവശ്യമായിരുന്നു. ദൈവത്തിൻ്റെ അവനെ അറിയിക്കേണ്ട കാര്യം അതിൽ അറിയിപ്പാൻ തക്കവണ്ണം അവന് ആവശ്യമായിരുന്നു. 18-ാം അധ്യായം 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ 1 വായിക്കുന്ന സമയത്ത്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി എന്ന് പറയുന്നു. ഇതിനിടയിൽ നാം മുന്നോട്ട് നോക്കാമെങ്കിൽ ഏലിയാവിൻ്റെ വാക്കനുസരിച്ച് അവിടെ മഴ ഇല്ലായിരുന്നു എന്ന് കാണുന്നു. അവിടെ ക്ഷാമങ്ങൾ വർഷങ്ങളായിട്ട് ക്ഷാമമായി, മൃഗങ്ങൾ ചത്ത് ഒടുങ്ങി, തോടുകളിലും കിണറ്റിലും വെള്ളം ഇല്ലായിരുന്നു. അങ്ങനെ വളരെ വരണ്ട ഒരവസ്ഥ ഇസ്രായേൽ രാജ്യത്ത് ശമര്യ തുടങ്ങി എല്ലായിടത്തും ചുറ്റുള്ള രാജ്യങ്ങളിലെല്ലാം അത് വ്യാപിച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മുടെ പാപത്തെ കണക്കിടുകയാണെങ്കിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ ആ ദേശത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഒരു വരണ്ട അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ വരണ്ട അവസ്ഥ നമുക്കുണ്ടാകുന്നുണ്ട്. കാരണം മഴയെന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന ആ ഭൂമിയെ നനയ്ക്കാതെ ഇരിക്കുന്ന സമയത്ത് വരണ്ട അവസ്ഥ നമ്മളിൽ അനുഭവപ്പെടുന്നു. ഇവിടെ ആത്മീകമായിട്ടും ഭൗതികമായും അവർ ഒരു വരണ്ട അവസ്ഥയിലാണ് ഇന്ന് രാജ്യം മുഴുവനും. വളരെ പ്രയാസമുള്ളൊരു അനുഭവം. പ്രിയ മക്കളെ, എന്നാൽ ദൈവത്തിൻ്റെ താല്പര്യപ്രകാരം ദൈവം അറിയിച്ചതനുസരിച്ച് അവനോട് രാജാവിനോട് ഏലിയാവ് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നു. ഇനി മഴ ഉണ്ടാകും എന്ന് അറിയിക്കുന്നതായിട്ട് അവനോട് കാണുന്നു. എന്നാൽ അതിന് മുമ്പായിട്ട് യഥാർത്ഥ ദൈവത്തെ ഉയർത്തി കാണിപ്പാൻ തക്കവണ്ണം ഏലിയാവ് ഒരിക്കലും മറന്നില്ല എന്നത് വാസ്തവമാണ്. അവിടെ അവൻ്റെ ധൈര്യത്തെ അവൻ വെളിപ്പെടുത്തുന്നു. ദൈവത്തിലെ പരിപൂർണമായിട്ടുള്ള അവൻ്റെ വിശ്വാസം അവൻ മുറുകെ പിടിച്ചുകൊണ്ട് അവിശ്വാസികളായ വിഗ്രഹാരാധികളായ ഒരു വലിയ കൂട്ടം ജനങ്ങളെ, വാൽവിഗ്രഹങ്ങളെ ആരാധിച്ചവരെ, അശേര പ്രതിഷ്ഠയുടെ പുറകെ പോയവരെ, പ്രത്യേകിച്ച് ഈസബേലിൻ്റെ മേശയിൽ നിന്നും ആഹാരം കഴിച്ച അനേകം പ്രവാചകന്മാരെയും അനേകം വ്യക്തികളെ, പുരോഹിതന്മാരെ ദൈവം അവസാനം അവർക്ക് നൽകേണ്ട ശിക്ഷ ഏലിയാവിൽ കൂടെ നൽകുവാൻ തക്കവണ്ണം ഒരു വേദി കർമ്മേൽ പർവ്വതത്തിൽ അവൻ ഒരുക്കുന്നതായിട്ടൂടെ കാണുന്നു. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 17 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ അപ്രകാരം ഒരു വേദി അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആർ ഇത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിൻ്റെ പ്രതിഭവനും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽവിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. എന്നാൽ ഇപ്പോൾ ആളയച്ച് ഇസ്രായേലിനെയും ബാലിൻ്റെയും 150 പ്രവാചകന്മാരെയും ഈസബേലിൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക എന്ന് പറഞ്ഞ് അവിടെ ഏലിയാവ് അവരെ വെല്ലുവിളിക്കുന്നതായിട്ട് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര ധൈര്യമുള്ള, എത്ര ആത്മാവിൻ്റെ ഒരു തിടുക്കമുള്ള, എത്ര ഭയമില്ലാത്ത ഒരു പ്രവാചകനെയാണ് ഇന്ന് ഞാനും നിങ്ങളും ദർശിക്കുന്നത്. പ്രിയ മക്കളെ,
ആഹാബ് രാജാവ് താൻ പറഞ്ഞതുപോലെ ഈ ബാലിൻ്റെ പ്രവാചകന്മാരെയും അശേര പ്രതിഷ്ഠയിൽ ഈസബേലിൻ്റെ മേശയിൽ നിന്നും കഴിച്ചു പോന്ന ആഹാരം കഴിച്ചു മതിയെയും അഹോവൃത്തി കഴിച്ചു വന്ന അവരുടെ മേൽ അവരെ വിളിച്ചു വരുത്തി ഇസ്രായേലിൻ്റെ ദൈവത്തെ അവർക്ക് കാണിച്ചു കൊടുപ്പാൻ തക്കോണം, യഥാർത്ഥ ദൈവത്തെ ഉയർത്തിപ്പിടിപ്പാൻ തക്കോണം അവർ ശ്രമിക്കുന്നതായിട്ട് കാണാൻ തക്കോണം കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമുക്കറിയാം, യാഗം കഴിപ്പാൻ തക്കോണം ആദ്യത്തെ അവസരം അവർക്ക് നൽകുന്നു. യാഗപീഠം ഉണ്ടാക്കി കാളകളെ അറുപ്പാൻ തക്കോണം വെച്ചു. കാളകളെ നുറുക്കി വെച്ചിട്ട് സ്വർഗത്തു നിന്ന് തീ ഇറക്കാൻ തക്കോണം ആവശ്യപ്പെട്ട സമയത്ത് പ്രവാചകന്മാരെല്ലാവരും പുരോഹിതന്മാരെല്ലാവരും അവർ നൃത്തം ചെയ്ത് അവരുടെ ബാൽദേവനെ വിളിക്കുന്ന സമയത്ത്, ബാൽദൈവത്തെ വിളിക്കുന്ന സമയത്ത് അവരുടെ വിളി കേൾക്കാൻ തക്കോണം ആരുമില്ല എന്ന് നാം കാണുന്നു. ഏലിയാവ് അവരെ കളിയാക്കുന്നു. അവസാനം ഒന്നിനും ഉത്തരമില്ലായിരുന്ന സമയത്ത് അവരെല്ലാവരും തോൽക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവത്തെ വെളിപ്പെടുത്താനുള്ളൊരു അവസരമാണ് ലഭിക്കുന്നു. അവന് ഒരു യാഗപീഠം പണിത് അത് വെള്ളം കൊണ്ട് നിറച്ച് 4 ചുറ്റും വെള്ളം ഒഴുകുന്ന വിധത്തിലാക്കിയതിന് ശേഷം കാളകളെ നുറുക്കി ആ യാഗപീഠത്തിൽ വെച്ചിട്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ച സമയത്ത് ആകാശത്തു നിന്ന് തീ ഇറങ്ങി യാഗത്തെ ദൈവം അത് സ്വീകരിക്കുന്നതായിട്ട് കാണുന്നു. യാഗത്തെ ആ തീ അത് സ്വീകരിക്കുന്നതായിട്ട്, യാഗമർപ്പിക്കുന്നതായിട്ട്, അവയെല്ലാം കത്തിത്തീരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ ജീവനുള്ള ദൈവത്തെ ഇസ്രായേലിൽ ഉയർത്തി കാണിച്ച ഒരു പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. പ്രിയ ദൈവമക്കളെ, നാമും എവിടെയായിരുന്നാലും അപ്രകാരം നമ്മുടെ ദൈവത്തെ ഉയർത്തിപ്പിടിപ്പാൻ തക്കോണം നാം ശ്രമിക്കണം. അതിനുശേഷം അവരെ പിന്തുടർന്ന് ആ പ്രവാചകന്മാരെ എല്ലാം അന്ന് നശിപ്പിച്ചു കളഞ്ഞതായിട്ടൂടെ കാണുന്നു. ആ ഭാഗം നമ്മൾ വായിക്കുന്ന സമയത്ത് വെക്കുന്നതോട് പറഞ്ഞു, അവർ പിന്നിൽ ചെന്ന് ബാലിൻ്റെ പ്രവാചകന്മാരെ വായിക്കുന്ന സമയത്ത് 40 വായിക്കുമ്പോഴേക്കും ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. 39 തൊട്ട് വായിക്കുമ്പോഴേക്കും, അതായത് 1 രാജാക്കന്മാർ 18-ാം അധ്യായം 39 വായിക്കുമ്പോൾ ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഏലിയാവ് അവരോട്, ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിപ്പിൻ, അവൻ ഒരുത്തനും ചാടിപ്പോകരുത് എന്ന് പറഞ്ഞു. അവർ അവനെ പിടിച്ചു. ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്ന് അവിടെ വെച്ച് വെട്ടിക്കൊന്നു കളഞ്ഞു എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയ മക്കളെ. അങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ ദൈവത്തെ, ജീവനുള്ള സ്വർഗത്തിലെ ദൈവത്തെ അവൻ എല്ലാവർക്കും വലിയവനായിട്ട്, ഏകദൈവമായിട്ട്, ഏകസത്യദൈവമായിട്ട്, ജീവനുള്ള ദൈവമായിട്ട് ഉയർത്തിപ്പിടിച്ചു എന്ന് കാണുന്നു. പിന്നീട് നോക്കുന്ന സമയത്ത് ഹി വാസ് മൈറ്റി ഇൻ പ്രെയർ. അവൻ പ്രാർത്ഥനാ വ്യക്തിയായിരുന്നു. ശക്തിയുള്ള പ്രാർത്ഥനയുള്ളവനായി, ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരുന്നു. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മൾ പലപ്പോഴും, എന്നെ കേൾക്കുന്ന ദൈവജനമേ, പലപ്പോഴും പല കാര്യങ്ങൾക്കും വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ശക്തിയില്ലാത്ത പ്രാർത്ഥനയായിട്ടാണ് മാറുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി വേണം. കാരണം വിശ്വാസമുള്ള പ്രാർത്ഥനയായിരിക്കണം. നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കത്തുള്ളൂ. യോബിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടായിരുന്നു. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 21 മുതൽ വായിക്കുന്ന സമയത്ത്, പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കമിഴ്ന്നു കിടന്നു. എൻ്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടക്കി വരുമാറാകട്ടെ എന്ന് യഹോവ പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. അവൻ ജീവിച്ചു. ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളിയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ
നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. സ്ത്രീ ഏലിയാവോട്, നീ ദേവപുരുഷനെന്നും നിൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിൻ്റെ പ്രാർത്ഥന മുഖാന്തരം ഒരു സ്ത്രീയുടെ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു സംഭവ കഥയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഈ സംഭവ കഥ മൊത്തം വായിക്കണമെങ്കിൽ ഈ അധ്യായത്തിൽ 17 മുതൽ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കൊണ്ടാൻ കഴിയും. പ്രിയ മക്കളെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു. അവൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 7 പ്രാവശ്യം അവൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ്റെ വിശ്വാസത്തോടെ അവൻ പ്രാർത്ഥിച്ച സമയത്ത് 7ാമത്തെ പ്രാവശ്യം അത് മഴ ഉണ്ടാകാൻ തക്കവണ്ണം കാരണമായി മാറി എന്ന് നമുക്കറിയാം. 7ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ആകാശത്ത് നോക്കിയ സമയത്ത് അവിടെ കണ്ട അടയാളം വെച്ചിട്ട് അവന് മഴയുണ്ടെന്ന് പറയാൻ തക്കവണ്ണം കഴിഞ്ഞു. പ്രിയ മക്കളെ, നമ്മളും അതും അമ്മാതിരി പ്രാർത്ഥിക്കാമെങ്കിൽ, വിശ്വാസത്തോടു കൂടെ നാം പ്രാർത്ഥിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന് യാതൊരു സംശയമില്ല. അവസാനമായി ചിന്തിക്കുന്ന സമയത്ത് ദൈവം ഏലിയാവിനെ അവൻ്റെ പ്രവൃത്തി മൂലം, ദൈവത്തിലുള്ള വിശ്വാസം മൂലം, ദൈവത്തിന് വേണ്ടി അവന് വിശ്വസ്തയോടെ പ്രവർത്തിച്ചത് മൂലം അവനെ മാനിക്കുന്നതായിട്ട് കാണുന്നു. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 2-ാം അധ്യായം 1-11 വായിക്കുന്ന സമയത്ത് അവിടെ ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അവിടെ 11-ാം വാക്യം വായിക്കുന്ന സമയത്ത് 2-1-11 വായിക്കുന്നു. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. 11-ാമത്തെ വാക്യം, അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അശ്വങ്ങളും വന്ന് അവരെ വേർതിരിപ്പിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം മാനിക്കുന്ന വ്യക്തിയെ അതെപ്രകാരമാണ് അവൻ മാനിക്കുന്നത് എന്നതിന് പ്രത്യേകിച്ച് മറ്റ് ഒരു ദൃഷ്ടാന്തം കൂടെയാണ് ഈ കാര്യം. ദൈവം മാനിക്കുന്നതിനെ എപ്രകാരം മാനിക്കുന്നു? അവൻ സ്വർഗത്തിലേക്ക് ദൈവം മരണം കാണാതെ എടുത്തുകൊണ്ടു പോകുന്ന ഒരനുഭവമാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഏലിയാവിനെ പോലെ വിശ്വാസത്തിൽ ഉറച്ചൊരു വ്യക്തിയായി, ധൈര്യമുള്ളൊരു വ്യക്തിയായിരിക്കാൻ തക്കോണം ആഗ്രഹമുണ്ട്. എനിക്ക് അപ്രകാരമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോട് കൂടെ നിങ്ങൾക്ക് ആ കാര്യത്തിൽ യോജിക്കുക കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ അപ്രകാരം ഒരു വിശ്വാസ ജീവിതം നയിപ്പാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, യോബിനെ പോലെയും മറ്റ് വിശ്വാസ വീരന്മാരെ പോലെയും, അതുപോലെ കർത്താവേ ഏലിയാവിനെ പോലെയും ധൈര്യത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, അനുസരണത്തോടെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണമേ. പ്രാർത്ഥന കേൾക്കണം കർത്താവേ. അങ്ങനെ അവസാനം ഞങ്ങളുടെ പ്രിയ മക്കൾക്കുണ്ടായതുപോലെ അനുഭവം ഞങ്ങൾക്കുണ്ടായിരിക്കാൻ കർത്താവ് സഹായിക്കണം. യേശുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ.